ഇന്ന് രാവിലെ എൻ്റെ വാട്സപ്പ് തുറന്നപ്പോൾ 10-13 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സഹോദരൻ ആ സമയത്ത് മലപ്പുറത്ത് പഠിക്കുമ്പോൾ ഒരുപാട് സഹായങ്ങളും ഉപകാരങ്ങളും ഒക്കെ ചെയ്ത വളരെ നല്ല ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിരുന്നു ആ വാട്സപ്പ് സന്ദേശത്തിൽ. മനസ്സ് വല്ലാതെ വേദനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തു. ആലോചിച്ചു പോയി, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുമെന്നൊരു ഉറപ്പില്ല. ഒരു വലിയ ഹാളിലിരിക്കുന്നത് പോലെയാണ് നമ്മളെല്ലാവരും ദുനിയാവിലെ ജീവിതം. നമ്മളൊന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഇടത്തോട്ടേക്ക് അയാളെ നോക്കുമ്പോൾ ഒരു പക്ഷേ അയാൾ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏത് സമയത്തും ഏത് നിമിഷത്തിലും നമ്മെ മരണം തേടി വരും. നമ്മൾ നേടിയെടുത്തതോ പിടിച്ചെടുത്തതോ പറിച്ചെടുത്തതോ ആയ ഒന്നും നമുക്ക് ഉപകരിക്കാത്ത ജീവിതമാണ് പിന്നീട് അങ്ങോട്ടുണ്ടാവുക. ആ മരണത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സമയത്ത് മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇതേ മിമ്പറിൽ വെച്ച് മുമ്പ് പറഞ്ഞതാണെങ്കിലും ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സുദീർഘമായൊരു ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ആ ഹദീസിൻ്റെ പകുതി വായിച്ചു തീർക്കാനേ നമ്മുടെ ഖുതുബക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മളൊരാൾ മരിക്കുമ്പോൾ കാണുന്നത് അയാളുടെ കണ്ണിൻ്റെ കൃഷ്ണമണികൾ മുകളിലോട്ട് ഉയരുന്നതും അയാളുടെ കണങ്കാലുകൾ തമ്മിൽ കെട്ടിപ്പിണയുന്നതും അയാൾ വല്ലാത്ത ശബ്ദത്തിൽ ആർത്ത് കരയുന്നതുമൊക്കെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് പ്രകാരം ഒരു മനുഷ്യൻ്റെ കാഴ്ച ഏറ്റവും മൂർച്ചയുള്ളതാവുക അവൻ്റെ മരണത്തിൻ്റെ സമയത്താണ്. ഒരു മനുഷ്യൻ്റെ കേൾവി ഏറ്റവും മൂർച്ചയുള്ളതാവുക അവൻ്റെ മരണത്തിൻ്റെ സമയത്താണ്. ഇടത്തെ തോളത്തും വലത്തെ തോളത്തും 2 മലക്കുകളിരുന്ന് പറയുന്ന ഓരോ വാക്കുകളും എഴുതി വെക്കുന്നുണ്ടെന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കാറുണ്ട്. ഇതുവരെ ആ മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല. അവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദവും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ അപകടത്തിൽപ്പെടുമ്പോൾ ഹഫദത്തിൻ്റെ മലക്കുകൾ പലപ്പോഴും നമ്മുടെ സഹായത്തിനെത്തുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഒരു അപകടത്തിൻ്റെ സമയത്തും നമ്മൾ ആ മലക്കുകളെ കണ്ടിട്ടില്ല. മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നതിലൂടെ എല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ആ പിശാചിനെ കണ്ടിട്ടില്ല. മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന തിന്മയുടെ വഴികളിൽ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പതിയിരിക്കുന്ന പിശാചുക്കളെ കുറിച്ച് ഖുർആൻ എമ്പാടും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അവയെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ കണ്ണിനും കാതിനുമെല്ലാം അള്ളാഹു ഒരു ഖിത്താ ഇട്ട് തന്നിട്ടുണ്ട്, ഒരു മൂടി ഇട്ട് തന്നിട്ടുണ്ട്. ആ മൂടി പടച്ചവൻ മാറ്റുക നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോഴാണ്. പരലോകവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുന്നേ മനുഷ്യൻ കാണാൻ തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫിലൂടെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. വലഖദ് കശഫ്നാ അൻക ഖിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്നേ ദിവസം നിന്റെ കണ്ണിൻ്റെ മൂടി നാം എടുത്തു കളയുകയാണ്. അതുകൊണ്ട് നിന്റെ കാഴ്ചകൾ വളരെ മൂർച്ചയേറിയതാണ്, എല്ലാം നിനക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് മരണത്തിൻ്റെ സമയത്തും മാശറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹദീസിലേക്ക് വരാം. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാൽ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിതാ പ്രവാചകന്റെ കൂടെ പുറപ്പെടുകയാണ്. ഫി ജനാസത്തി റജുലിൻ മിനൽ അൻസ്വാർ, അൻസ്വാറുകളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി ഞങ്ങളിതാ പ്രവാചകന്റെ കൂടെ പുറപ്പെടുകയാണ്. ഫന്തഹൈനാ ഇലൽ ഖബർ, ഞങ്ങൾ പള്ളിക്കാട്ടിലെത്തുന്നു, ഖബർസ്ഥാനിലെത്തുന്നു. വലമ്മാ യുൽഹദ്, ഖബറടക്കം കഴിഞ്ഞപ്പോൾ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനതാ ഖബറിന്റെ പരിസരത്ത് ഖബറിന്റെ പുറത്തായി അവിടെ ഇരിക്കുകയാണ്.
വജലസ്നാ ഹൗലഹു, പ്രവാചകൻ ഇരുന്നപ്പോ ഞങ്ങളെല്ലാം പ്രവാചകന്റെ ചുറ്റിലും കൂടിയിരിക്കുകയാണ്. വകഅന്ന അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ. ഒരു പക്ഷി വന്ന് തലയിൽ ഇരുന്നിട്ട് ആ പക്ഷി പറന്നു പോകരുത് എന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കാം? തലയനക്കാതെ ശ്രദ്ധയോടുകൂടി കാതു കൂർപ്പിച്ച് കണ്ണുമിഴിച്ച് അങ്ങനെ ഇരിക്കുന്നത് പോലെ അവരിരുന്നു. എന്തിനാണത്? റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, സഹാബത്ത് ആ പ്രവാചകന്റെ വാക്കുകൾക്ക് കൊടുത്ത വിലയും നിലയും എത്ര വലുതാണ് നോക്ക് നിങ്ങൾ. എന്നിട്ടോ പിന്നീട് ഹദീസ് പറയാൻ റസൂലിന്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും അവർ ഒപ്പിയെടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് പറയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കുത്തുകയായിരുന്നു. എന്നിട്ട് പ്രവാചകൻ തല ഉയർത്തുകയാണ്, മുഖമുയർത്തുകയാണ്. ഫഖാൽ, എന്നിട്ട് പറയുകയാണ്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്രി മർറതൈനി ഔ സലാസാ, ഖബറിലെ അദാബിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണേ, 2 വട്ടമോ 3 വട്ടമോ. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്നാണ് ഖബറിന്റെ പുറത്തിരുന്നിട്ടാണ് പറയുന്നത്. ഈ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ തേടണമെന്നാണ് പറയുന്നത്. സുമ്മ ഖാൽ, എന്നിട്ട് റസൂൽ വിശദീകരിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ അങ്ങോട്ട് നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത, അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടല്ലാതെ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് ഡീറ്റെയിൽസ് ആണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചകൻ പറയാൻ, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, നിശ്ചയ മുഅ്മിനായ ഒരു അടിമ, ഇദാ കാന ഫീ ഇൻഖിതാഇ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുമ്പോ, ആഖിറത്തെ പുൽകാനുള്ള, ആഖിറത്തെ സ്വീകരിക്കാനുള്ള സമയമാകുമ്പോ, മുഅ്മിനായ അടിമയുടെ കാര്യമാണ് പറയുന്നത്. ആഖിറത്തെ സ്വീകരിക്കാനുള്ള സമയമാകുമ്പോ നസല ഇലൈഹി മലായികതൻ മിനസ് സമാ, വാനലോകത്ത് നിന്ന് ഏതാനും മലക്കുകൾ അതാ ഇറങ്ങി വരികയാണ്. ആ മലക്കുകളുടെ പ്രത്യേകത, അവരുടെ മുഖം എങ്ങനെയായിരിക്കും? ബീദുൽ വുജൂഹ്, വെളുത്ത മുഖമായിരിക്കും. വെളുവെളുത്ത മുഖങ്ങളുള്ള മലക്കുകളായിരിക്കും. കഅന്ന വുജൂഹഹും ശംസ്, ഏതുപോലെ അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നുണ്ടാവും. അത്രയും സുന്ദരമായിരിക്കും, അത്രയും റേഡിയന്റ് ആയിരിക്കും, അത്രയും പ്രകാശം സ്ഫുരിക്കുന്നതായിരിക്കും അവരുടെ മുഖം. അവരുടെ കൈകളിൽ എന്താണ് ഉണ്ടാവുക? മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, ദുനിയാവിൽ എവിടെയും കിട്ടാത്ത, കാണാത്ത, ഒരു മനുഷ്യനും വാങ്ങാൻ കഴിയാത്ത സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവകളിൽ ഒരു കഫൻ പുടവയുമായിട്ടാണ് ആ മലക്കുകൾ വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരമാകുന്ന മയ്യത്തിനെ ചുറ്റിപ്പൊതിയാൻ തൊട്ടടുത്തുള്ള തുണിക്കടയിലെ ഏറ്റവും വില കുറഞ്ഞ തുണിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവിനെ പൊതിയാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ വിലമതിക്കാനാവാത്ത കഫൻ പുടവയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. അവരുടെ കയ്യിൽ ഒരു അത്തറുണ്ടാവും. ആ അത്തർ സ്വർഗത്തിൽ നിന്ന് അവർ കൊണ്ടുവന്ന അത്തറായിരിക്കും, സുഗന്ധമായിരിക്കും. എന്നിട്ട് അവരെന്താണ് ചെയ്യുക? എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം ആ മലക്കുകളായിരിക്കും, വേറൊന്നും അയാൾ കാണൂല. അയാളുടെ കണ്ണിന്റെ മുന്നിൽ ഈ മലക്കുകൾ മാത്രമായിരിക്കും ഇരിക്കുക. പിന്നീടാണ് മലക്കുൽ മൗത്ത് വരിക. ഈ മലക്കുകൾ ഇങ്ങനെ വന്നിരുന്ന് ഈ മനുഷ്യൻ തന്റെ വേർപാടാണെന്ന് മനസ്സിലാക്കി, തന്റെ മരണമാണെന്ന് മനസ്സിലാക്കി അതിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത് വരിക. എന്നിട്ട് അദ്ദേഹം എവിടെയാണ് ഇരിക്കുക? ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്താണ് മലക്കുൽ മൗത്ത് ഇരിക്കുക. എന്നിട്ട് പറയുകയാണ്, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ നന്മ നിറഞ്ഞ ആത്മാവേ, അല്ലയോ പരിശുദ്ധമായ ആത്മാവേ, ഉഖ്റുജീ, നീ പുറപ്പെട്ടു വരിക, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും നീ പുറപ്പെട്ടു വരിക. വല്ലാത്തൊരു വചനാണ് അത്, പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് എമ്പാടും കാണാൻ കഴിയും. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ എന്താ പറയുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. 3 ക്വാളിറ്റികളാണ് ആത്മാക്കൾക്ക് പറയുന്നത്. ഒന്നാമത്തത് നഫ്സുൽ മുത്മഇന്നാണ്, സമാധാനമടഞ്ഞ ആത്മാവാണ്. രണ്ടാമത്തത് റാദിയാണ്, അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ട ആത്മാവാണ്.
മൂന്നാമത്തത് മർദിയാണ്, അള്ളാഹു തൃപ്തിപ്പെട്ട ആത്മാവാണ്. ഈ 3 ക്വാളിറ്റികളാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് നല്ല മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാക്കളോട് പറയുക. സ്വന്തം ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ 3 ക്വാളിറ്റി ഉണ്ടോ? നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സമാധാനം. ഒരാളോട് ദേഷ്യമില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, ഒരാളുടെ സമ്പത്ത് തട്ടിപ്പറിച്ചിട്ടില്ല, ഹക്ക് തട്ടിപ്പറിച്ചിട്ടില്ല, ഒന്നുമില്ല. അയാൾക്ക് സമാധാനമാണ്. ഇപ്പൊ മലക്കുൽ മൗത്ത് ഈ പള്ളിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് പോകാന്ന് പറഞ്ഞാലും റെഡിയാണ്. അയാളുടെ പോക്കിനെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ആ ആത്മാവിനെ അങ്ങനെ വിളിക്കുമ്പോ ആത്മാവ് എങ്ങനെയാണ് പ്രതികരിക്കുക? فتخرج تسيل كما تسيل القطرة من في السقاء. നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രം അത് തിരിച്ചരിച്ചു കഴിഞ്ഞാൽ ആ പാനപാത്രത്തിന്റെ അകത്തുനിന്ന് എത്ര സുഗമമായിട്ടാണോ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരിക, അത്രയും സുഗമമായി ഈ ആത്മാവ് ശരീരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമെന്ന് പ്രവാചകൻ പറയുന്നു. അങ്ങനെ മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിക്കുന്നു. മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ കണ്ണിമ വെട്ടുന്ന നേരം പോലും ആ ആത്മാവ് നിലനിൽക്കാൻ മലക്കുകൾ സമ്മതിക്കൂല. റഹ്മത്തിന്റെ മലക്കുകളെ സമ്മതിക്കൂല. അവരതാ ധൃതിപ്പെട്ടുകൊണ്ട് ആ ആത്മാവിനെ പിടിച്ചു വാങ്ങുകയാണ്, ആ ആത്മാവിനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആ ആത്മാവുമായി അവർ ചെയ്യുന്നത് എന്താണ്? ആ ആത്മാവിനെ അവരതാ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ പൊതിയുന്നു. എന്നിട്ട് ആ കഫൻ പുടവക്ക് പുറത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുക? അതിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. ഈ ദുനിയാവിൽ കണ്ടതിൽ വെച്ച്, മണത്തതിൽ വെച്ച്, അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മിസ്കിന്റെ മണമത, ഏറ്റവും നല്ല മിസ്കിന്റെ സൗരഭ്യമത ആത്മാവിൽ നിന്ന്, ആത്മാവിനെ പൊതിഞ്ഞ കഫൻ പുടവയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഫയസ്അജൂന ബിഹാ, അവരങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഏറ്റവും വലിയ ട്രിപ്പ് അവിടെയാണ് നടക്കുക. നമ്മളൊക്കെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? യാത്ര പോകാൻ, ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവർ. ഏറ്റവും വലിയ യാത്രയാണ് അവിടെ നടക്കുക. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും യാത്ര. ആ യാത്രയെക്കുറിച്ച് റസൂൽ പറയുകയാണ്, ആ ആത്മാവുമായി റൂഹുമായി അവരെങ്ങനെ കയറി പോവുകയാണ്. ഒരു മലക്കുകളെയും മലക്കുകളുടെ ഒരു കൂട്ടത്തെയും അവർ കടന്നു പോവുകയില്ല. ഇല്ലാ ഖാലു, അവർ പറഞ്ഞിട്ടല്ലാതെ ഇതെത്ര നല്ല ആത്മാവാണ്, ആരാണിത്, ഏതാണ് ഈ ആത്മാവ് എന്ന് ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവൻ ചോദിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ആകാശ ഭൂമികൾക്കിടയിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ല. ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ, ഒരു മലക്ക് അവിടെ റുകൂഅ് ചെയ്തിട്ടല്ലാതെ, ഒരു മലക്ക് അവിടെ ഇബാദത്ത് ചെയ്തിട്ടല്ലാതെ സൂചി കുത്താൻ പോലുള്ള സ്ഥലമില്ല. അത്രയും മലക്കുകൾ ആകാശ ഭൂമി ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ. നമ്മൾ ഇബാദത്ത് ചെയ്തിട്ടൊന്നും അള്ളാന്റെ അധികാരമൊന്നും കൂടാനില്ല കേട്ടോ. നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് പോയി, നമ്മൾ ദുആ ചെയ്തെങ്കിൽ നമുക്ക് പോയി, നമ്മൾ ഖുർആൻ ഓതുന്നത് നമുക്ക് പോയി. അള്ളാഹുവിനെ 24 മണിക്കൂറും സദാസമയം ഇബാദത്ത് ചെയ്യാൻ മലക്കുകളുണ്ട്. ഇനി ആ മലക്കുകളോട് സുജൂദ് എഴുന്നേക്കാൻ, ഇസ്രാഫീൽ സൂറൂന്ന സമയത്ത് സുജൂദ് എഴുന്നേക്കാൻ പറയുമ്പോൾ അവരെന്താ പറയാ? അള്ളാഹുവേ, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലട്ടോ എന്ന മലക്കുകൾ പരിഭവം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ മലക്കുകളാണ് ഈ റൂഹിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ ചോദിക്കുക, ഏതാത്മാവാണിത്, ഏത് സുഹൃതം ചെയ്ത ആത്മാവാണിത്? ഫയഖൂലൂന ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യനാണ്. ഉപ്പാന്റെ പേര് കൂട്ടിയിട്ടാണ് പറയുക. ഇന്ന മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യനാണ്. എങ്ങനെയാണ് പറയുക? ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് അവൻ വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേരുണ്ടല്ലോ, ഏറ്റവും സുന്ദരമായ പേരുണ്ടല്ലോ, ആ സുന്ദരമായ പേര് വെച്ചിട്ടാണ് ആ മനുഷ്യനെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുക.
ഹത്താ യൻതഹൂ ബിഹാ ഇലസ്സമാഇ ദുനിയാ, ഒന്നാമത്തെ ആകാശത്തിലെത്തുന്നു. ഫയസ്തഫ്തിഹൂന ലഹു, ആകാശത്തിലേക്കുള്ള പ്രവേശനാനുമതി ചോദിക്കുകയാണ്, ഞങ്ങൾ കയറട്ടെ. ഓരോ ആകാശത്തിനും കാവൽ മലക്കുകളുണ്ട്. ആകാശത്തിലേക്ക് തോന്നിയതുപോലെ കയറിപ്പോകാൻ സാധ്യമല്ല. ആകാശത്തിന്റെ പുറത്ത് നിന്നിട്ട് ഈ മലക്കുകൾ അനുമതി ചോദിക്കുകയാണ്, കയറാനുള്ള അനുവാദമുണ്ടോ? ഫയുഫ്തഹു ലഹും, അങ്ങനെ അനുവാദം നൽകപ്പെടുകയാണ്. ഫയുശയ്യഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബുഹാ ഇലസ്സമാഇല്ലതി തലീഹാ, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്, രണ്ടിൽ നിന്ന് മൂന്നിലേക്ക്, മൂന്നിൽ നിന്ന് നാലിലേക്ക്, നാലിൽ നിന്ന് അഞ്ചിലേക്ക്, ഏഴാമത്തെ ആകാശം വരെ കടന്നു പോകുന്നതാണ്. ഹത്താ യുൻതഹാ ബിഹി ഇലസ്സമാഇസ് സാബിഅ, ഏഴാമത്തെ ആകാശം വരെ ഈ റൂഹുമായി മലക്കുകൾ എത്തുകയാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അവിടെ വെച്ച് അല്ലാഹു പറയുന്നു ഈ മലക്കുകളോട്, അല്ലാഹു സംസാരിക്കുകയാണ്, ഉക്തുബൂ, എഴുതുക, കിതാബ അബ്ദി ഫീ ഇല്ലീൻ, എൻ്റെ അടിമയുടെ റെക്കോർഡ്, എൻ്റെ അടിമയുടെ കിതാബ് ഇല്ലീയൂനിൽ രേഖപ്പെടുത്തി വെക്കുക. ഓരോ മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യന്റെ പേര് ഒന്നിക്കിൽ ഇല്ലീയൂനിൽ അല്ലെങ്കിൽ സിജ്ജീനിൽ രേഖപ്പെടുത്തും. ഇല്ലീയൂനിൽ രേഖപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിലാണ്, സിജ്ജീനിൽ രേഖപ്പെടുത്തിയാൽ അവൻ നരകത്തിലാണ്. ഇതിന്റെ രണ്ട് കിതാബിനെ കുറിച്ചും ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എന്നിട്ട് പറയാൻ, ഏഴാമത്തെ ആകാശത്തിൽ ഇല്ലീയൂനിൽ പേര് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ആത്മാവുമായതാ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവനെ ഭൂമിയിലേക്ക് മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖതുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ, നിശ്ചയം ആ ഭൂമിയുടെ മണ്ണിൽ നിന്നാണ് ഞാൻ അവനെ പടച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാണ് ഞാൻ അവനെ മടക്കുന്നതും, ആ മണ്ണിൽ നിന്ന് തന്നെയാണ് മറ്റൊരവസരത്തിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനുള്ളതും. ആത്മാവും ശരീരവും തമ്മിൽ വീണ്ടും യോജിക്കുകയാണ്, വീണ്ടും സംയോജിക്കുകയാണ്. എവിടെ വെച്ചാണത്? ഖബറിൽ വെച്ചാണത്. ഖബറിന്റെ ഉള്ളിൽ വെച്ച് മനുഷ്യന്റെ റൂഹും ആത്മാവും ഒന്നുകൂടി യോജിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് ചില പണികൾ ബാക്കിയുണ്ട്, ചില സംഭവങ്ങൾ ഇനി ബാക്കി കിടക്കുകയാണ്. ആ ഖബറിന്റെ ഉള്ളിലേക്ക് രണ്ട് മലക്കുകൾ വരികയാണ്. ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഭീമാകാരമായ രൂപമായിരിക്കും. എന്നിട്ട് ആ മലക്കുകൾ ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽഖൗലി الثابت ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, അല്ലാഹുവിന്റെ കലിമത്തിൽ ഉറച്ചു നിന്ന ആളുകൾ അവർ മരണത്തിന്റെ സമയത്തും മരണത്തിന് ശേഷവും അല്ലാഹു അവരെ ആ കലിമത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്ന് പറഞ്ഞവരല്ല, ഞങ്ങളുടെ പടച്ചോൻ മൊയ്തീൻ ശൈഖാണെന്ന് പറഞ്ഞവരല്ല, ഞങ്ങളുടെ പടച്ചോൻ മമ്പറത്ത് തങ്ങളാണെന്ന് പറഞ്ഞവരല്ല, ഞങ്ങളുടെ പടച്ചവൻ അമ്പിയാക്കളോ ഔലിയാക്കളോ ശുഹദാക്കളോ സാദാത്തുക്കളോ ആണെന്ന് പറഞ്ഞവരല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, എന്നിട്ട് നേർക്ക് നേരെ ചൊവ്വായി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ അവർ ഈ ഖബറിൽ വെച്ച് മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഫയഖൂലാനി ലഹു മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്, നിന്റെ മതം ഏതാണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ സവിധത്തിൽ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആരെങ്കിലും ഇസ്ലാമല്ലാത്തൊരു മതത്തെ ദീനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല, ആഖിറത്തിൽ അവൻ നഷ്ടക്കാരനായിരിക്കും. എത്ര സുന്ദരമായ മതമാകട്ടെ, എത്ര മനുഷ്യത്വം ഉൾക്കൊള്ളുമെന്ന് പറയുന്ന മതമാകട്ടെ, ദീൻ ഇസ്ലാം അല്ലാത്തൊരു ദീനിനെ അല്ലാഹു അംഗീകരിക്കുകയില്ല. ആ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ച ഈ മനുഷ്യൻ പറയുകയാണ്, ദീനീ അൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണ്, അതിന്റെ ചട്ടക്കൂടിലാണ് ഞാൻ ജീവിച്ചത്. ഫയഖൂലാനി ലഹു, ചോദ്യം തുടരുകയാണ്, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് വന്ന ഈ പ്രവാചകൻ, ഈ മനുഷ്യനാരാണ്? നിങ്ങളിലേക്ക് വന്ന ഈ മനുഷ്യൻ, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്?
പ്രിയപ്പെട്ടവരെ, ആലോചിച്ചിട്ടുണ്ടോ? നബിയെ കാണാത്ത നമ്മൾ, നബിയുടെ ശബ്ദം കേൾക്കാത്ത നമ്മൾ, നബിയുടെ രൂപം കാണുമ്പോൾ എങ്ങനെയാണത് പ്രവാചകനാണെന്ന് മനസ്സിലാവുക? പക്ഷെ മനസ്സിലാവുമെന്നാണ്. കാരണം പ്രവാചകനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ആ പ്രവാചകന്റെ പുരികം എങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ ചുണ്ടുകൾ എങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ നിറം എന്താണെന്നറിയാം, ആ പ്രവാചകന്റെ മുടി എങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ താടി എങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ നടത്തവും ഇരുത്തവും സംസാരവും ആംഗ്യഭാഷകളും പോലും എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാം. റസൂലിനെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഖബറിൽ വെച്ച് പറയാൻ സാധിക്കുമെന്നാണ്. ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്റെ പ്രവാചകനല്ലേ, ഇതെന്റെ നബിയല്ലേ? ഫയഖൂലാനി ലഹു, കൊണ്ടും അവർ ചോദിക്കുകയാണ്, വമാ ഇൽമുക, നിന്റെ അറിവെന്താണ്? നിന്റെ അറിവെന്താണ്? നീ എന്താണ് പഠിച്ചത്? പടച്ചോ നിനക്ക് തലച്ചോറ് തന്നല്ലോ, പടച്ചോ നിനക്ക് ബുദ്ധി തന്നല്ലോ, നീ എന്താണ് പഠിച്ചത്? ഫയഖൂല, മനുഷ്യൻ പറയുകയാണ്, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ ഞാൻ പാരായണം ചെയ്തു. ഫആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു. വസദ്ദഖതു, ഞാൻ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം അവസാനിക്കുകയാണ്, ചോദ്യോത്തരങ്ങൾ തീർന്നു. ഫയുനാദി മുനാദിൻ ഫിസ്സമാ, ആകാശലോകത്ത് നിന്നൊരു വിളിയാളം ഉണ്ടാവുകയാണ്. എന്താണ് ആ വിളിയാളം? അൻ സദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിഷൂഹു മിനൽ ജന്ന, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നൊരു വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, അവന്റെ ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിലും തുറന്നു കൊടുക്കുക. ഖാല, പ്രവാചകൻ എന്നിട്ട് പറയുകയാണ്, ഫയതീഹി മിൻ റൗഹിഹാ വത്വീബിഹാ, ആ വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോ ആ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മന്ദമാരുതൻ അവന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ആ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുന്ദരമായ സൗരഭ്യം അവന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വരികയാണ്. മറ്റൊന്നുകൂടി സംഭവിക്കുന്നു. അവന്റെ കണ്ണിന്റെ ദൂരം എത്രയെത്തുമോ അത്രയും വിശാലമായ ഖബറങ്ങ് വിശാലമാക്കപ്പെടുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില വിഡ്ഢികൾ ചോദിക്കാറുണ്ട്, അപ്പൊ അപ്പുറത്തെ ഖബറിന് പോയി മുട്ടൂലേ? അങ്ങനെ കേൾക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഖബർ വിശാലായാൽ അപ്പുറത്തെ ഖബറിന് പോയി മുട്ടൂലേ? ഇതൊക്കെ വിവരക്കേടുന്നുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ മരിച്ച് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലെയറിലേക്ക് പ്രവേശിക്കണം, വേറൊരു ലോകമാണത്. അവിടെ നമ്മുടെ ഈ ലോകത്തിലെ ടൈം ആൻഡ് സ്പേസ് ബാധകമേ അല്ല. അതൊരു വേറെ ലോകമാണ്. ബർസഖ് എന്ന് പറഞ്ഞ വേറൊരു ലോകമാണ്. ആ ലോകത്ത് ഓരോ മുഅ്മിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണിനെത്താവുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കി കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വയതീഹി റജുലുൻ ഹസൻ, ആ വിശാലമായ ഖബറിലേക്ക് നല്ലൊരു മനുഷ്യൻ വരികയാണ്. ഹസനുൽ വജ്ഹ്, നല്ല മുഖമുള്ള മനുഷ്യൻ. ഹസനുൽ സിയാബ്, നല്ല വസ്ത്രം ധരിച്ച മനുഷ്യൻ. ത്വയ്യിബുർ റീഹ്, നല്ല മണമുള്ള സുഗന്ധം വമിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഖബറിലേക്ക് വരുമെന്നാണ്. അയാൾക്ക് തീർത്തും അപരിചിതനായ മനുഷ്യൻ. ഫയഖൂൽ, എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അബ്ശിർ ബില്ലദീ യസുറുക്, നീ സന്തോഷിക്കുക, നീ സന്തോഷിക്കുക, നിന്നെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് നീ സന്തോഷിക്കുക. നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ഇതാണ്. നമ്മളൊക്കെ ഈ കേൾക്കുന്നില്ലേ, നമ്മോടുള്ള വാഗ്ദാനാണ്. നല്ല നിലയിൽ ജീവിച്ചാൽ ഖബറിൽ ഇതൊക്കെ തരുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ആ ഖബറിൽ ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള വാതിലും തുറന്നു തന്ന് ഖബർ അങ്ങോട്ട് വിശാലമാക്കി, സ്വർഗത്തിൽ നിന്നുള്ള ഉടുപ്പുമിട്ട് തന്ന്, സ്വർഗത്തിൽ നിന്നുള്ള പായയും വിരിച്ചു തന്ന് ആ വാഗ്ദാനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വന്നിട്ട് പറയാണ്, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ഇതാണ്. ഫയഖൂലു ലഹു, ഖബറാനി ചോദിക്കുന്നു, മൻ അൻത, ആരാണ് നീ? നീ ആരാണ്? നിന്നെ മനസ്സിലായിട്ടില്ലല്ലോ. ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം കാണുമ്പോൾ നീ നന്മയും കൊണ്ട് വന്നവനാണെന്ന് മനസ്സിലാവുന്നുണ്ട്, ഖൈറും കൊണ്ട് വന്നവനാണ്. നിന്റെ മുഖം കാണുമ്പോൾ തന്നെ സമാധാനമുണ്ട്, എനിക്കതിനെ ഇഷ്ടമായി. നിന്നെ കാണുമ്പോൾ സമാധാനവും ശാന്തിയുമുണ്ട്. ആരാണ് നീ? ഫയഖൂൽ, ആഗതൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? അന അമലുക സ്സാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്, ഞാൻ നിന്റെ നമസ്കാരമാണ്, നിന്റെ വിട്ടുവീഴ്ചയാണ്, നിന്റെ സ്വബറാണ്, നിന്റെ സ്വദഖയാണ്, നിന്റെ തൗഹീദാണ്, നിന്റെ സുന്നത്താണെന്ന് ആ ആഗതനായ മനുഷ്യൻ മറുപടി പറയുകയാണ്. ഖബറാളിക്ക് പിന്നീട് അയാളുടെ ഉത്തരവൊന്നുമില്ല. പിന്നെ ഖബറാളിക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്കാണ്. എന്താണത്? ഫയഖൂൽ റബ്ബി അഖിമിസ്സാഅ ഹത്താ അർജിഉ ഇലാ മാലി വ അഹ്ലി, അല്ലാഹുവേ ഒന്ന് ലോകം അവസാനിപ്പിക്കുക,
ലോകം അവസാനിക്ക് പടച്ചോനെ, ഹത്താ അർജിഉ ഇലാ മാലി വ അഹ്ലി, ഞാനൊന്ന് എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും ഞാനൊന്ന് പോയിക്കോട്ടെ. ഏതാണ് ആ സമ്പത്ത്? അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന നബിയെ, സ്വർഗമെങ്ങാനും ഒന്ന് കാണുകയാണെങ്കിൽ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളുടെയും അറ്റമില്ലാത്ത രാജാധികാരങ്ങളുടെയും വലിയ വലിയ സംഭവങ്ങൾ അങ്ങേക്ക് കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്വർഗം കണ്ടാൽ പിന്നെ ക്ഷമ കിട്ടോ ഖബറിൽ കിടക്കാൻ? ആ ഖബറിൽ നിന്ന് കിടന്ന മനുഷ്യൻ ഇങ്ങനെ ധൃതി കൂട്ടുമെന്നാണ്. റബ്ബി അഖിമിസ്സാ, റബ്ബി അഖിമിസ്സാ, അല്ലാഹു ഇന്ന് ലോകം അവസാനിപ്പിക്കുന്നു, ലോകം അവസാനിപ്പിക്ക്. ഹത്താ അർജിഉ ഇലാ മാലി വ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും ഒന്ന് പോകട്ടെ. ഇത് ഹദീസിൻ്റെ നേർപകുതിയാണ്. ഈ രീതിയിൽ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്ന ഹദീസിൻ്റെ ഭാഗം. ഇതേപോലെ അടുത്ത ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നതല്ല, നമുക്ക് സമാധാനം തരുന്നതല്ല, നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്, നമ്മെ പ്രയാസപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ, തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം പറയാം. അതിനുള്ളിൽ നാം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെങ്കിൽ യാ അയ്യതുഹൻ നഫ്സു ത്വയ്യിബ എന്ന മലക്കുൽ മൗത്തിന്റെ വിളി കേട്ട് മരിക്കാൻ നമുക്കേവർക്കും നാഥൻ ഭാഗ്യം തരുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളെ ഉണർത്താനുള്ളത് ഒരു സഹായാർത്ഥനയുമായി നമുക്കൊരപേക്ഷ വന്നിട്ടുണ്ട്. 34 വയസ്സ് മാത്രം പ്രായമുള്ള VP മുബീന എന്നു പേരുള്ള ഒരു സഹോദരി, നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള സഹോദരിയാണ്. 2 കിഡ്നിയും ഫെയിലായിട്ടുണ്ട്. മുമ്പ് പള്ളികളിൽ നിന്നൊക്കെ കളക്ഷൻ എടുത്തവർക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും സഹായം വേണ്ട അവസ്ഥയിലാണ്. ഇനിയും 5 ലക്ഷം രൂപയോളം അവരുടെ ചികിത്സയ്ക്ക്, പൂർണ്ണമായും ചികിത്സ പൂർത്തിയാക്കാൻ 5 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സഹായാർത്ഥനകൾ നമ്മിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നത് എൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്നാണ്. എനിക്ക് കുറച്ച് പൈസ തരുമോന്നല്ല, കച്ചവടം ചെയ്യാനും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദൂരത്തടിക്കാനും പൈസ, എൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്ന തേട്ടമാണ് ഇത്തരത്തിലുള്ള ഓരോ അപേക്ഷകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു 10-25-30 വയസ്സുള്ള ഒരു പെണ്ണ് ഒരു സ്ത്രീ റോഡരികിൽ വീണ് ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ എന്നൊന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ നമുക്ക് നടന്നു പോകാൻ കഴിയുമോ? നമുക്കത് അവഗണിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അപേക്ഷകൾ അവഗണിക്കുമ്പോൾ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യരുത്, അവഗണിക്കരുത്. കാരണം അവഗണന എന്നത് അവഗണിക്കപ്പെടാനുള്ളൊരു കാരണമായേക്കാം. നമുക്കും ജീവിതത്തിൽ നമുക്കുണ്ട് 2 കിഡ്നി, നമുക്കുണ്ട് ഒരു കരൾ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കുണ്ട് ഒരു ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ട്. ഇതിനൊന്നും പഠിച്ചോ ഗ്യാരണ്ടിയൊന്നും തന്നിട്ടില്ല. ഞാൻ നിശ്ചയിക്കുന്ന കാലത്തോളം അതങ്ങനെ പ്രവർത്തിച്ചു പോകും. അള്ള നിൽക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, സ്വത്തുണ്ടല്ലോ, ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പടച്ചുകൊണ്ടെത്തിക്കാൻ 2-3 ദിവസം പോലും വേണ്ട പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അള്ള നമുക്ക് തന്നതൊന്നും നമുക്ക് എന്നിട്ട് നിരുപാധികം തന്നതല്ല. അതുകൊണ്ട് ഈ സ്ത്രീയുടെ തീർച്ചയായും സക്കാത്തിന് അർഹരായിരിക്കും. ഈ സ്ത്രീയുടെ ചികിത്സ ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പേഴ്സൊന്ന് തുറക്കുക, എന്നിട്ട് അതിൽ നിന്ന് 10 റുപ്യ തരേണ്ട. ചില ആളുകളൊക്കെ 500 റുപ്യ ഇട്ടിട്ട് 100 എടുത്ത് പിന്നെയും പോകാൻ മനസ്സിലായി, പിന്നെയും 100 എടുത്ത് പിന്നെയും പോകാൻ മനസ്സിലായി, പിന്നെയും 100 എടുത്ത് ഓരോന്നെടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലാണ് കുറയുന്നത്. നമ്മൾ അവിടെ സൂക്ഷിച്ചു വെച്ച പൈസ നമുക്കില്ല, നമ്മൾ കൊടുത്ത പൈസ നമുക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്തരം സംഗതികൾക്ക് നമ്മൾ കൊടുത്ത പൈസ മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹായിക്കുക, മനസ്സറിഞ്ഞ് സഹായിക്കുക. ആ ഒരൊറ്റ സഹായം കൊണ്ട് ഒരു പക്ഷേ ജീവിതത്തിൽ നമുക്ക് വരാനുള്ള വലിയ ദുരന്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റിയേക്കാം. ഇനി ഞാൻ പൈസ എടുത്തിട്ടില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞ് ആരും പോവണ്ട. ഇവിടെ ഗൂഗിൾ പേ സൗകര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ആരാണോ തരാൻ ഉദ്ദേശിക്കുന്നത് തരാതെ പോകാനുള്ള എല്ലാ വാതിലും അടച്ചിട്ടുണ്ട്.
ഇനി ആ വാതിൽ ചവിട്ടി തുറന്നിട്ട് നിങ്ങൾക്ക് പോകാം. അത് നിങ്ങളെ ഇഷ്ടമാണ്, സഹായിക്കണോ വേണ്ടിയോ നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നിർലോഭം ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ നഫ്സുൽ മുത്മഇന്നായി തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നഫ്സു ത്വയ്യിബായി നിന്നിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ പാപക്കറകളെ സ്വതഖയിലൂടെയും അതുപോലെ തന്നെ നിസ്കാരത്തിലൂടെയും ദുആയിലൂടെയുമെല്ലാം അപ്പപ്പോൾ കഴുകിക്കളയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.